KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിലാണ്. ആ കരാറിൽ പറഞ്ഞിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഇപ്പോഴും തൊഴിലാളി കിട്ടിയിട്ടില്ല. 26 ഡ്യൂട്ടി ചെയ്താൽ 1600 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു ഡ്രൈവർക്ക്, റിസ്ക് ഒരു സ്പെഷ്യൽ അലവൻസ്. അത് വെറും ഒരു 7 മാസം കൊടുത്തു എന്നുള്ളതല്ലാതെ നാളിതുവരെ അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. UDF സർക്കാർ പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വിസ്മയം ഉണ്ടാവുമെന്നാണ്. ഞങ്ങൾക്ക് പോലെ വിസ്മയമൊന്നും ഉണ്ടായില്ലെങ്കിലും ഞങ്ങളുടെ അന്നം നിന്നു പോകാത്ത ഒരവസ്ഥയിലേക്ക് നിലനിൽക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 41 കോടി രൂപ KSRTCക്ക് പ്രിയദർശിനി പദ്ധതിയുടെ പേരിൽ ഗവൺമെന്റ് നൽകാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു ജീവനക്കാരന്റെ ശമ്പളത്തിൽ ഏറ്റവും താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളിന് ശരാശരി 12,000 രൂപ ഒരു മാസം നഷ്ടത്തിലാണ്. കഴിഞ്ഞ ഒരു മാസമായി പണിയെടുത്ത ഇൻസെന്റീവ് ബാറ്റ നാളെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളി അവൻ സംതൃപ്തിയോടെ പണിയെടുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും മാനേജ്മെന്റിനും. നമസ്കാരം. UDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനിയുടെ പദ്ധതി ചെലവായ കോടിക്കണക്കിന് രൂപ ഇതുവരെയും KSRTCക്ക് കൈമാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ KSRTC ജീവനക്കാരുടെ നിരവധി ആനുകൂല്യങ്ങളും ലഭ്യമാകാത്ത സാഹചര്യം. ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് KSRTC എംപ്ലോയീസ് സംഘിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അജയകുമാർ. KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാർ ഈ സ്ഥാപനത്തിലെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർ പ്രതിജ്ഞാബദ്ധരായ സർക്കാർ ഒന്നും ചെയ്യാതെയാണ് മടങ്ങിപ്പോയത്. വലിയ പരിഷ്കാരങ്ങൾ ഈ KSRTCയിൽ നടപ്പിലാക്കി അതെല്ലാം തോറ്റ് തുന്നം പാടുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ അത് കണ്ടത്. ഉദാഹരണം സ്വിഫ്റ്റ്, സ്വിഫ്റ്റ് KSRTCയെ പുനരുജ്ജീവിപ്പിക്കാൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അതിന്ന് KSRTCയുടെ അന്തകനായി മാറി. കാരണം സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ KSRTCയുടെ അച്ചടക്ക നടപടികളുടെ ഫയൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഞാനൊരു സംഘം ജീവനക്കാരെ ജീവനക്കാരെ അടച്ചാക്ഷേപിക്കുന്നതല്ല, വസ്തുതയാണ്. അതുപോലെ തന്നെ ബസ്സിൻ്റെ കാര്യം, ബസ് ആ പദ്ധതിയിലെടുത്ത ബസ് ഒരു ബസ് പോലും മുക്കും മൂല ഇടിക്കാത്ത ഒരു ബസ്സുമില്ല. നിലവിൽ എത്ര പേർ സ്വിഫ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എത്ര പേര് അത് പിരിഞ്ഞു പോയി, ഇപ്പോൾ എത്ര പേര് നിലവിലുണ്ട്, ഒന്നും വ്യക്തമല്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും സ്വിഫ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. ഒരു ബസ് ഒരു സർവീസ് തുടങ്ങി, ആ സർവീസിനാവശ്യമായ ജീവനക്കാരെ നിയോഗിച്ച് അത് 10 വർഷം നിൽക്കുന്ന കമ്പനിയാണെന്നൊക്കെ തുടങ്ങി കൊട്ടിക്കോഴിച്ച് തുടങ്ങിയ ആ ഒരു സംവിധാനം വരെ അത് പാളിപ്പോയി. ഇതിൻ്റെ എല്ലാം ബാധ്യത ഈ സ്ഥാപനത്തിനാണ്. സ്ഥാപനത്തിലെ ഈ KSRTC തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളിയുടെ NPS, നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ വന്നവരുടെ പെൻഷൻ ആനുകൂല്യം അത് 400 കോടിക്ക് മുകളിലായി. അവരടയ്ക്കേണ്ട തുകയും അവരടച്ച തുകയും KSRTC അടയ്ക്കേണ്ട തുകയും കൂടെ ചേർത്ത്. ഇനി അത് അടച്ചാൽ തന്നെ അവർക്ക് ആ പെൻഷൻ പരിരക്ഷ കിട്ടില്ല. അതിന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മാറുകയെ ഒരേ ഒരു പോംവഴിയുള്ളൂ. അതുപോലെ 2021 ഒപ്പിട്ട ഒരു സേവനവേതന കരാർ ഇതുവരെ ഗവൺമെൻറ് അത് ഓർഡറാക്കിയിട്ടില്ല. ആ കരാറിൽ പറഞ്ഞിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഇപ്പോഴും തൊഴിലാളി കിട്ടിയിട്ടില്ല. ഉദാഹരണത്തിന് 26 ഡ്യൂട്ടി ചെയ്താൽ 1600 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു ഡ്രൈവർക്ക്, റിസ്ക് ഒരു സ്പെഷ്യൽ അലവൻസ്. അത് വെറും ഒരു 7 മാസം കൊടുത്തു എന്നുള്ളതല്ലാതെ നാളിതുവരെ അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വലിയ ഒരു സംഖ്യ തുക ആ ഇനത്തിൽ KSRTCയിലെ ഡ്രൈവർ വിഭാഗത്തിന് മാത്രം കിട്ടാനുണ്ട്. മെക്കാനിക്കൽ സ്റ്റേഷൻ മാസ്റ്റർ, ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഉള്ള ജീവനക്കാർക്ക് അവരുടെ നൈറ്റ് അലവൻസ് വർഷങ്ങളായി ആ നൈറ്റ് അലവൻസ് നൽകിയിട്ട്. അപ്പോൾ അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ നൽകാതെ ഈ സ്ഥാപനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ സ്ഥാപനത്തെ അതിനെ വേണ്ട രീതിയിൽ അതിനെ പരിരക്ഷിക്കാതെ ഒരു സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ അടുത്ത് വന്ന പുതിയ സർക്കാർ UDF സർക്കാരാണ് വന്നത്. UDF സർക്കാർ പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വിസ്മയം ഉണ്ടാവുമെന്നാണ്. ഞങ്ങൾക്ക് പോലെ വിസ്മയമൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ ഞങ്ങളുടെ അന്നം നിന്നു പോകാത്ത ഒരവസ്ഥയിലേക്ക് നിലനിൽക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പ്രിയദർശിനി പദ്ധതി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ
ഞങ്ങളും അതിനെ കൈയടിച്ചവരാണ്. കാരണം ഒരു പദ്ധതി പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന, പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തേണ്ട സർക്കാർ ഉടമസ്ഥയിലുള്ള പൊതുഗതാഗത നയം രൂപീകരിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കാറില്ല. ഞങ്ങളതിനെ കൈയടിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞത് എന്താണ്? ഈ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ബാധ്യത, ആ ബാധ്യത ഗവൺമെൻറ് കൃത്യമായി നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 41 കോടി രൂപ KSRTCക്ക് പ്രിയദർശിനി പദ്ധതിയുടെ പേരിൽ ഗവൺമെൻറ് നൽകാനുണ്ട്. അതിൻ്റെ ഫയൽ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പണം കൃത്യമായി കിട്ടാത്ത ഒരു സ്ഥിതി വന്നാൽ, ഇപ്പോൾ KSRTCക്ക് പണമായി കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു 4.5 കോടി രൂപയാണ് ശരാശരി. ഇവിടെ 7 കോടി രൂപ ശരാശരി വരുമാനം ഉണ്ടായിരുന്ന സമയത്ത് 8 കോടിക്ക് മുകളിൽ ചിലവുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിച്ച സമയത്ത്, ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ഡിപ്പോയിലൊരു ബോർഡ് വെച്ചിരുന്നു. നിലവിൽ ഒരു ദിവസത്തെ ശരാശരി വരുമാനം, അതിൻ്റെ ചിലവ് എത്ര രൂപ കമ്മി. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞത്. ആ ദുർബലത ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ്, തൊഴിലാളികളെ ബോധ്യപ്പെടുത്താനാണ്, പൊതുജനങ്ങളെ അറിയിക്കാനാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ശമ്പളം കൃത്യമായി കൊടുത്തു എന്നുള്ളത് ഒരു സത്യമാണ്. ശമ്പളം കൃത്യമായി കൊടുക്കുക എന്നുള്ളത്, ജോലിക്ക് വിളിച്ചാൽ കൂലി കൊടുക്കണം, അത് ഒരു തൊഴിൽ ദാതാവിൻ്റെ കടമയാണ്. പക്ഷേ KSRTC തൊഴിലാളികളും മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പഠിച്ച് പരീക്ഷ എഴുതി വന്നവരാണ് ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഇത് സർക്കാർ നിയന്ത്രണത്തിലൊരു സ്ഥാപനമായതുകൊണ്ടാണ് KSRTCയിൽ ഒരു സൗജന്യം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം. പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം പോലെ പൊതുഗതാഗത സർക്കാർ നയമാണ്. അങ്ങനെ പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പൊതുഗതാഗതവും സർക്കാർ നയമെന്നിരിക്കെ, ഈ സ്ഥാപനം സർക്കാരിൻ്റേതാണെന്ന് കണ്ടുകൊണ്ട് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് വേണ്ട ക്ഷേമങ്ങൾ ചെയ്യുമ്പോൾ, ഈ സ്ഥാപനത്തിലെ തൊഴിലാളിയുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്ന സ്ഥാപനം നിലനിൽക്കണം. അതിനൊരേ ഒരു പരിഹാര മാർഗ്ഗമേ ഉള്ളൂ, ഇതിനെ മറ്റ് സർക്കാർ വകുപ്പുകൾ പോലെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ മാസം അടുത്ത ഓഗസ്റ്റ് 15-ാം തീയതി കേരളത്തിലെ 488 പോലീസ് സ്റ്റേഷനുകൾ പെയിൻ്റ് അടിച്ച് നവീകരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ പണമില്ലാത്ത, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല, സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ KSRTCയിൽ 4 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ, 2 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ്. ഈ വിജിലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനവും വളരെ പ്രധാനപ്പെട്ടൊരു തസ്തികയാണ്. ആ തസ്തികയിൽ കഴിഞ്ഞ ഒരു മാസമായി ഒരു മേലുദ്യോഗസ്ഥനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തൊഴിലാളികളുടെ അച്ചടക്ക നടപടി ഫയലുകൾ തീർപ്പാക്കുന്നതടക്കം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് തലത്തിലും വലിയ ഒരു ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിലിപ്പോൾ കൃത്യമായി മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാർക്ക് DA മുഴുവനും പ്രഖ്യാപിച്ചപ്പോൾ KSRTC ജീവനക്കാർക്ക് ഇപ്പോഴും 30% DA പെൻഡിങ് ആണ്. ഇപ്പോൾ നിലവിൽ ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ ഏറ്റവും താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളിന് ശരാശരി 12,000 രൂപ ഒരു മാസം നഷ്ടത്തിലാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് ബാറ്റ, ഇപ്പോൾ ഒരു ഡ്യൂട്ടി പോയിട്ട് വന്നാൽ ആ ഡ്യൂട്ടിയിൽ നിന്ന് ഒരു ഇൻസെൻറ്റീവ് ബാറ്റ നൽകാറുണ്ട്. കാരണം വെളുപ്പിലെ ജോലി തുടങ്ങി രാത്രി അവസാനിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത് വീണ്ടും ഒരു രാത്രി കൂടെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവസാനിക്കുന്ന അടക്കമുള്ള രാത്രിയും പകലുമില്ലാതെ പണിയെടുക്കുന്ന, റോഡിൽ ജനങ്ങൾക്ക് വേണ്ടി യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന ഡ്രൈവർ കണ്ടക്ടർ വിഭാഗം, ആ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യ ചെലവിനുള്ള ഒരു ചായ കാശായിരുന്നാലും ഒരു നേരത്തെ ഊണിൻ്റെ പണമായിരുന്നാലും കിട്ടിക്കൊണ്ടിരുന്ന ആ ഇൻസെൻറ്റീവ് ബാറ്റ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നത് അത് അക്കൗണ്ടബിളാക്കി.
അക്കൗണ്ടബിളാക്കി. അത് ആദ്യം അക്കൗണ്ടബിളാക്കിയപ്പോൾ പറഞ്ഞത് എന്താണ്, ഇന്ന് അത് ഡ്യൂട്ടി അവസാനിച്ചാൽ തൊട്ടടുത്ത ദിവസം നൽകുമെന്ന്. അത് ഇപ്പോൾ 1 മാസമായി കിട്ടിയിട്ട്. കഴിഞ്ഞ 1 മാസമായി പണിയെടുത്ത ഇൻസെൻറ്റീവ് ബാറ്റ നാളെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് റദ്ദ് ചെയ്ത മട്ടിലാണ്. കൂടാതെ അധിക ഡ്യൂട്ടി, ഇപ്പോൾ ചില ആളുകൾ അവരുടെ ദാരിദ്ര്യം കൊണ്ട് ഈ സാമ്പത്തിക വരുമാനത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ചില ജീവനക്കാർ അവർ ഡ്യൂട്ടി സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്യുമ്പോൾ ആ സറണ്ടർ തുക അതും 1 മാസമായി. അങ്ങനെ സറണ്ടറും അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് ബാറ്റ അടക്കം അത് നൽകിയിട്ട് 1 മാസമായി. ഇപ്പോൾ പറയുന്നത് ജോലി ചെയ്താൽ തൊട്ടടുത്ത ദിവസം കൊടുക്കുമെന്നാണ്. അത് ആ ആനുകൂല്യം നമുക്ക് കൃത്യമായി ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരാശ്വാസമാണ്, അതൊരു കടുംവെട്ടാണ്. അപ്പോൾ ഇത്തരം കടുംവെട്ടുകൾ അത് ഗുണം ചെയ്യില്ല. സ്ഥാപനത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളി അവൻ സംതൃപ്തിയോടെ പണിയെടുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും മാനേജ്മെൻറ്റിനുമാണ്. അത് കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, അത് സംഘടനാ നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊടിയെടുത്ത് പട നയിച്ചാണ് ഇവിടുത്തെ പല ആനുകൂല്യങ്ങളും നേടിയിട്ടുള്ളത്. യാതൊരു തർക്കവുമില്ല. ഇത്തരം കടുംവെട്ടുകൾ കണ്ടു നിൽക്കാൻ എംപ്ലോയീസ് സംഘത്തിന് കഴിയില്ല. ഞങ്ങൾ സമരത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുകയാണ്. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് KSRTCക്ക് ശരാശരി 7.5 കോടി വരുമാനവും 19 മുതൽ 20 ലക്ഷം യാത്രക്കാരുമുണ്ടായിരുന്നു. പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ഇപ്പോൾ ശരാശരി 8.5 കോടി വരുമാനവും 29 മുതൽ 30 ലക്ഷം യാത്രക്കാരുമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് പ്രത്യക്ഷത്തിൽ സ്ഥാപനത്തിൻ്റെയോ ജീവനക്കാരുടെയോ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന PF, സറണ്ടർ, ബാറ്റ എന്നിവ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇൻസ്പെക്ടർ, SM, VS മെക്കാനിക് വിഭാഗങ്ങൾക്ക് വർഷങ്ങളായി അലവൻസുകൾ നൽകുന്നില്ല. നിത്യച്ചെലവിനായി KSRTC നെട്ടോട്ടമോടുകയാണ്. ഇതിന് കാരണം സർക്കാർ പറഞ്ഞതുപോലെ പദ്ധതി വീതം സമയബന്ധിതമായി സ്ഥാപനത്തിന് നൽകാത്തതാണ്. പ്രിയദർശിനി പദ്ധതി മൂലമുള്ള ചെലവ് നികത്താത്തത് കാരണം ജീവനക്കാരെ സാമ്പത്തികമായി തകർക്കുന്ന സമീപനം സർക്കാർ തിരുത്തണം എന്നാണ് KSRTC എംപ്ലോയീസ് സംഘ് പറയുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.